ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി PSc ലേണേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12,000 രൂപയ്ക്ക് 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എത്ര? നമുക്കറിയാം, പലിശ കാണാനുള്ള ഫോർമുലയാണ് I = PNR/100. P എന്ന് പറഞ്ഞാൽ മുതൽ, N എന്ന് പറഞ്ഞാൽ വർഷം, R എന്ന് പറഞ്ഞാൽ റേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് മുതൽ വരുന്നത്? 12,000. അപ്പോൾ P എന്ന് പറയുന്നത് 12,000. 12%. അപ്പോൾ റേറ്റ് ആണ് 12%. R എന്ന് പറയുന്നതാണ് 12%. അതുപോലെ വർഷം എന്ന് പറയുന്നതാണ് N വരുന്നത്, 3 വർഷം. ഇത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ആൻസർ വരുന്നത് 12,000 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു R എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. സീറോകൾ ക്യാൻസൽ ചെയ്തു പോകും. 12 ഇൻറ്റു 12 144, 0 ഇൻറ്റു 3. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4,320 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഫോർമുല പഠിച്ചു നോക്കണം, I = PNR/100. അടുത്ത ക്വസ്റ്റ്യൻ, 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫോർമുലയാണ് M1D1 = M2D2. ഇതിൽ M1 എന്ന് പറയുന്നത് ആളുകളാണ്, D1 എന്ന് പറയുന്നത് ദിവസമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് M1 എന്ന് പറയുന്നത് 18 ആളുകൾ 30 ദിവസം കൊണ്ട്, D1 എന്ന് പറയുന്നത് 30 ദിവസം. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് 20 ദിവസം, അതായത് D2 എന്ന് പറയുന്നത് 20 ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ M2 എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 18 ഇൻറ്റു 30 സമം M2 എന്താണെന്ന് നമുക്കറിയില്ല. M2 ഇൻറ്റു D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 20 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൈ 20 ആവും. അപ്പോൾ ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്ത് പോവും. 2 18 9 പ്രാവശ്യം. 9 ഇൻറ്റു 3 27. അപ്പോൾ M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ആകെ എത്ര ആളുകൾ വേണമെന്നല്ല, 20 ദിവസം കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എത്ര ആളുകൾ വേണമെന്നാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് 18 ആണ്, M2 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ ഇനി എത്ര ആളുകൾ കൂടി വേണം? 18 27 ആവാനായിട്ട് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 27 മൈനസ് 18. അപ്പോൾ ആ ഒരു ഭാഗം തെറ്റിക്കാൻ പാടില്ല. ഇനി എത്ര ആളുകൾ, ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർ ചോദിക്കും ആകെ എത്ര ആളുകൾ വേണം. എങ്ങനെ ചോദിച്ചാലും ഫോർമുല ഇത് തന്നെയാണ്, M1D1 = M2D2. പക്ഷെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ട് എഴുതണം. ചിലപ്പോൾ ആദ്യം തന്നെ ഓപ്ഷനിൽ ഈ ഒരു 27 ആയിരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എഴുതരുത്. 27 മൈനസ് 18. ആദ്യം 18 ആളുകൾ ഉണ്ടായിരുന്നു, പിന്നെ 20 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ 27 ആളുകളാണ് വേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് 9 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3x = 729 ആയാൽ എക്സിന്റെ വില എന്ത്? 3x എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് 729 ആണ്. അപ്പോൾ ഈ 729നെ നമ്മൾ ആദ്യം ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 729നെ ഇവിടെ എത്രയാണ് തന്നേക്കണേ ആ നമ്പർ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 3 ആണ് തന്നേക്കണേ. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താ വരാ? 2, 12 6, 9 3. ഇവിടെ 4 ആണ് വരുന്നത്. വീണ്ടും 3 കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 1. 3 കൊണ്ട് ചെയ്താൽ 27. 3 കൊണ്ട് ചെയ്താൽ 9. വീണ്ടും 3 കൊണ്ട് ചെയ്താൽ ഇവിടെ 3 എന്ന് കിട്ടും. അപ്പോൾ 1 2 3 4 5 6. 3 എന്ന് പറയുന്നതാണ് 729 എന്ന് കിട്ടും. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ എക്സിന്റെ വില എത്രയായിരിക്കും? 6. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
3 x സമം 729 ആയാൽ എക്സിൻ്റെ വിലയുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 729നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. 729 ഇവിടെ ഏത് നമ്പറാണ് തന്നിട്ടുള്ളത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇവിടെ ഇപ്പോൾ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 പ്രാവശ്യം 12, 12ൽ 4 പ്രാവശ്യം 3, 243. അതിന് 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 8 പ്രാവശ്യം 1, 81നെ വീണ്ടും 3 കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 27 എന്ന് കിട്ടും. അതിന് വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 9, വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 3. അപ്പോൾ 1, 2, 3, 4, 5, 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 എന്ന് പറയുന്നതാണ് 729. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിരിക്കും? ഈ 6 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ നീളം 10% വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഫോർമുലയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് xy/100. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നീളം എത്ര ശതമാനം വർദ്ധിച്ചു അതാണ് എക്സ് ആയിട്ട് എടുക്കുക. വൈ എന്ന് പറയുന്നത് വീതി എത്ര ശതമാനം വർദ്ധിച്ചു അതാണ് വൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. ആൻസർ വരുന്നത് 10 + 20 + 10 × 20/100. സീറോകൾ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ബാക്കി വരുന്നത് 10 + 20 + 2 × 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ എത്ര ടോട്ടൽ? 32 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാമുവും ബാബുവും ഒരു തുക 2:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ അധികം കിട്ടി എങ്കിൽ എത്ര രൂപയാണ് വീതിച്ചത്? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2:5 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത്. ഇപ്പോൾ രാമുവിന് കിട്ടിയത് 2x ആണെന്ന് വിചാരിക്കുക, ബാബുവിന് കിട്ടിയത് 5x ആണെന്ന് വിചാരിക്കുക. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ കൂടുതൽ കിട്ടി. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് 1500. 5x - 2x. 3x എന്ന് പറയുന്നതാണ് 1500. ഇതിൽ നിന്ന് എക്സിൻ്റെ വില എത്രയാണ് വരാം? 1500/3 എന്ന് വരും. 500 എന്ന് കിട്ടും. ഇപ്പോൾ എക്സ് 500 ആണെങ്കിൽ രാമുവിന് കിട്ടിയത് എത്രയായിരിക്കും? രാമുവിന് 2x ആണ് കിട്ടിയത്. അപ്പോൾ രാമുവിന് കിട്ടിയത് 2 × 500 1000. അതുപോലെ ബാബുവിന് കിട്ടിയത് 5x ആണ്. 5 × 500 2500. അപ്പോൾ ഇതിൻ്റെ തുകയാണ് അവർ മൊത്തം വീതിച്ചെടുത്തത്. ഒരാൾക്ക് 2500 കിട്ടി, ഒരാൾക്ക് 1000 കിട്ടി. അപ്പോൾ ടോട്ടൽ 3500 രൂപയാണ് അവർ വീതിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2, 3, 5, 7, 11. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് ഒറ്റ സംഖ്യകളല്ല, കാരണം 7 കഴിഞ്ഞിട്ട് 9 എഴുതിയിട്ടില്ല. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ആണിത്. 11 കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാ? 13. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 84 - 27 ഹരിക്കണം 3 × 2 + 7.5 × 2. അപ്പോൾ ഇത് നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് വെച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ബ്രാക്കറ്റും ഓഫ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ആദ്യം ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ഏതാ വന്നേക്കണേ? 27 ഹരിക്കണം 3. 27 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 9. ബാക്കി എല്ലാ നമ്പേഴ്സും അതുപോലെ തന്നെ എഴുതാം. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇൻറ്റു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇപ്പോൾ 84 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് ഇവിടെ 9 ആയി. 9 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18. പ്ലസ് ഇവിടെ വീണ്ടും ഗുണിക്കാൻ വന്നിട്ടുണ്ട് 7.5 × 2. 7.5 × 2 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ഇത് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് പ്ലസ് ഉള്ള നമ്പേഴ്സ് എല്ലാം പ്ലസ് ചെയ്യുക, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. പോസിറ്റീവ് നമ്പേഴ്സ് ആദ്യം പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 84ഉം
15 99 എന്ന് കിട്ടും. അതുപോലെ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് -18 ആണ് വരുന്നത്. 99 -18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് 81 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വർഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ബുധനാഴ്ചയായിരുന്നു എങ്കിൽ ആ വർഷം ഗാന്ധി ജയന്തി ഏത് ദിവസമായിരിക്കും? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് ബുധനാഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗാന്ധി ജയന്തി ഏത് ദിവസമാണ്? ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഏത് ദിവസമാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഡേറ്റുകൾ തമ്മിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. ഇതിനുള്ളിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആഗസ്റ്റ് 15 പിന്നെ സെപ്റ്റംബർ വരുന്നുണ്ട്, ഒക്ടോബർ 2 ഇത്രയും ഇതിനുള്ളിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കിയാൽ മതി. ആഗസ്റ്റ് 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 31 ദിവസമാണ് ആകെ ഉള്ളത്. അപ്പോൾ 15 31 ആവാൻ ബാക്കി 16 ദിവസമാണ്. അതുപോലെ സെപ്റ്റംബറിൽ 30 ദിവസമാണുള്ളത്. ഒക്ടോബറിൽ 2 ദിവസം നമ്മൾ എടുത്താൽ മതി. ഒക്ടോബർ 2 വരെയുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് ടോട്ടൽ വരുന്നത് 48 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 48നെ 7 കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് ശിഷ്ടം എത്രയാണെന്ന് നോക്കണം. 48നെ 7 കൊണ്ട് ഹരിച്ചാൽ 6 7 42 വരും. ശിഷ്ടം വരുന്നത് 6 ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ദിവസം ഏതാണ്? ബുധനാഴ്ചയാണ്. ബുധൻ പ്ലസ് 6 ദിവസം ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര വരാം? ബുധൻ കഴിഞ്ഞാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ചെയ്തതാണ്. ഇവിടുത്തെ ആൻസർ ചൊവ്വയാണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ഇവിടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ ക്യൂബാണ്, അതുപോലെ 8ന്റെ സ്ക്വയറുമാണ്. ഇവിടെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയറാണ്. 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയും ക്യൂബ് വന്നിട്ടുണ്ട്, ഇവിടെയും ക്യൂബ് വന്നിട്ടുണ്ട്, ഇവിടെയും ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത നമ്പർ ഏതാ? ഓപ്ഷൻ ബി. ബാക്കിയെല്ലാം ഓരോ ക്യൂബുകളാണ്. 4ന്റെ ക്യൂബാണ് 64, 2ന്റെ ക്യൂബാണ് 8, 3ന്റെ ക്യൂബാണ് 27. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ സമയം 12:15 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇതേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ 1ൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ എത്രയാണ് വരാം? 82.5 ഡിഗ്രിയാണ്. അപ്പം ഇതൊന്ന് ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ കാണാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSc ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.